സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം ഇന്ന് സന്ദർശനം നടത്തും. ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തും. സന്ദർശനം കണക്കിലെടുത്ത് മണിപ്പൂരിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൽറാം, സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെ സാഹചര്യം നേരിട്ട് വിലയിരുത്തുന്നതിനായി നേരിട്ട് അവിടേക്ക് എത്താൻ പോവുകയാണ്. പ്രത്യേക സംഘത്തിന്റെ സന്ദർശനം, വിശദാംശങ്ങൾ, മണിപ്പൂരിൽ പ്രത്യേക സുരക്ഷ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്ന സാഹചര്യം, വിശദാംശങ്ങൾ എന്താണ് ബൽറാം? റീജിത്ത്, മണിപ്പൂരിൽ 2 വർഷത്തോളമായി സംഘർഷം തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ജഡ്ജിമാർ 6-അംഗ സംഘം ഇന്ന് മണിപ്പൂർ സന്ദർശിക്കുന്നത്. ഈ ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം അല്പസമയത്തിനകം തന്നെ ഇംഫാൽ വിമാനത്താവളത്തിൽ ഇറങ്ങും. ഇന്ന് രാവിലെയാണ് ഇവർ ഗുവാഹത്തിയിൽ നിന്നും ഇംഫാലിലേക്കുള്ള വിമാനത്തിൽ കയറിയത്. ഈ പ്രശ്നബാധിത മേഖലകളിലെല്ലാം തന്നെ ജഡ്ജിമാർ സന്ദർശനം നടത്തുകയും ക്യാമ്പുകൾ അടക്കമുള്ളവ സന്ദർശിക്കുകയും ഒപ്പം തന്നെ അവിടെയുള്ള ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. നിലവിലുള്ള സാഹചര്യം അവലോകനം ചെയ്യും ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ 6-അംഗ സംഘം. അതേസമയം ഈ ജസ്റ്റിസുമാരായ ബി.ആർ. ഗവായിയുടെ നേതൃത്വത്തിൽ സൂര്യകാന്ത്, വിക്രംനാഥ്, കെ.വി. വിശ്വനാഥൻ എന്നീ ജസ്റ്റിസുമാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ മണിപ്പൂരിൽ നിന്നുള്ള ആദ്യ ജഡ്ജിയായ ജസ്റ്റിസ് എൻ കോടീശ്വർ നാഥും ഉൾപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ഈ പ്രശ്നബാധിത മേഖലകളിലെ മുഴുവനായും അദ്ദേഹം സന്ദർശിക്കില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ചുരാചന്ദ്പൂരിൽ സന്ദർശനം നടത്തില്ല എന്നുള്ളതാണ്. അത് കുക്കി ഭൂരിഭാഗ പ്രദേശമാണ്. അദ്ദേഹം ആ മേഖല സന്ദർശിക്കുകയാണെങ്കിൽ മെയ്തേയ് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം സന്ദർശിക്കുകയാണെങ്കിൽ അത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും സുരക്ഷ പോലും അപകടത്തിലാകുമെന്നും ഉള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ചുരാചന്ദ്പൂർ സന്ദർശിക്കുന്നതിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. ഏറ്റവും പുതുക്കിയ പട്ടികയിൽ അദ്ദേഹം ചുരാചന്ദ്പൂർ സന്ദർശിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ മണിപ്പൂർ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കായാണ് ജഡ്ജിമാർ ഈ സംസ്ഥാനം സന്ദർശിക്കുന്നത്. അതിനിടെയാണ് ഈ പ്രശ്നബാധിത മേഖലകളിൽ കൂടി അവർ സന്ദർശനം. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിനിടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ 6-അംഗ സംഘം ഇന്ന് മണിപ്പൂർ സന്ദർശിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.